ഏത്തപ്പഴം കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്ക് പോലും ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. അതിനായി ഒരു ഏത്തപ്പഴം 4 നീളത്തിൽ മുറിച്ചെടുക്കണം. അതിനൊരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഏത്തപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ കുറച്ച് പഞ്ചസാരയും കൂടി വിതറി കൊടുക്കണം. ഈ പഞ്ചസാര നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് കാരമലൈസ് ആയ ബനാനയിൽ പിടിക്കുമ്പോൾ നല്ല സ്വാദായിരിക്കും. 2 വശവും നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനെ ഒരു പാനിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബനാനയും കൂടി വെച്ച് കൊടുത്തൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും നല്ലതുപോലെ വെന്ത് കഴിഞ്ഞ് നമുക്കതിനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്കൊരു റോള് രൂപത്തിലേക്ക് ആക്കിയെടുക്കണം. നല്ല സ്വാദിഷ്ടമായ ബനാന റോളാണിത്. ഇത് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്ത് തേനും കൂടി ചേർത്ത് കഴിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.